നമസ്കാരം കുട്ടികളെ. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ട് കാണും. പലരും ആ പ്രവൃത്തി ഒട്ടും ശരിയായില്ല എന്ന് പറയുമെങ്കിലും ചിലരെങ്കിലും അത് നന്നായി എന്ന് പക്ഷക്കാരും ഉണ്ടാവും. അത് ലോകസ്വഭാവമാണ്. രണ്ടാളുകൾക്കിടയിൽ ഒരു മത്സരമുണ്ടായാൽ അതിൽ രണ്ടു പക്ഷത്തിലും ആൾക്കാർ ചേരും. പിന്നെ ആ മത്സരത്തിനെ കൊഴുപ്പിക്കാൻ അവർ മതി എന്നാണ് 65-ാമത്തെ ശ്ലോകത്തിൽ കവി വിവരിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. ഇടഞ്ഞു രണ്ടാളുകൾ മത്സരിച്ചു തുടങ്ങിയാൽ പക്ഷയുഗം പിടിച്ച് ചടങ്ങു കാട്ടുന്നതിനും ക്രിയയ്ക്കും മുടങ്ങിടാതാളുകൾ കൂടിടുന്നു. ഇതിൻ്റെ അന്വയം നോക്കാം. രണ്ടാളുകൾ ഇടഞ്ഞ് മത്സരിച്ചു തുടങ്ങിയാൽ പക്ഷയുഗം പിടിച്ച് ചടങ്ങു കാട്ടുന്നതിനും ക്രിയയ്ക്കും ആളുകൾ മുടങ്ങിടാതെ കൂടിടുന്നു. ഇതിൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അനുസരിച്ച് ചെയ്യുന്ന ഒരു ക്രിയയാണ്. അപ്പോൾ അതിന് ചില മുറകൾ, ക്രിയ, ഒരു ക്രമം ഉണ്ട്. ആ ക്രമത്തിൽ ചെയ്യണം. ആദ്യം എന്നത് പിന്നെന്നത് എന്നുള്ള മാതിരി. പക്ഷം എന്ന് പറഞ്ഞാൽ ചിറക് ആണ്. അപ്പോൾ പക്ഷികൾക്ക് 2 ചിറകുകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പക്ഷയുഗം, പക്ഷങ്ങളുടെ ജോഡി, അത് ഇരുഭാഗം. ഇടയുക എന്ന് പറഞ്ഞാൽ തമ്മിൽ തെറ്റുക, വഴക്കാവുക എന്നർത്ഥം. അപ്പം ഏതെങ്കിലും രണ്ടാളുകൾ, ഇന്നാൾ വേണം ഒന്നുമില്ല, നിർബന്ധമില്ല, രണ്ടാൾ വേണം. അവർ പിണങ്ങിയാൽ, അവരെന്തെങ്കിലും പിണക്കം കഴിഞ്ഞാൽ പിന്നെ മത്സരമാവും. ആദ്യം വാഗ്വാദമായിട്ടാവും തുടങ്ങുക, പിന്നീട് അത് അടികളശലിൽ ചെന്ന് അവസാനിക്കും. അപ്പോൾ അങ്ങനെ മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർക്ക് രസമാണ്. രണ്ട് പക്ഷത്തിലും ഇരുഭാഗത്തും ആൾക്കാർ സഹായത്തിനെത്തും. അതിന് പ്രത്യേകം ക്ഷണമൊന്നും ആവശ്യമില്ല. അതിന് ഒന്ന് സഹായിക്കണേ എന്നുള്ള അഭ്യർത്ഥന വേണ്ട. അവർ സ്വമേധയാ വന്ന് ഈ ഓരോ 2 പക്ഷത്തിലും ആയിട്ട് വന്ന് കൂടുന്നർത്ഥം. കൂടുക എന്നാൽ ചേരുക എന്നുള്ള അർത്ഥമുണ്ട്, വർദ്ധിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. രണ്ടും ഇവിടേക്ക് യോജിക്കും. കാരണം ഇവർ സ്വമേധയാ വന്ന് കയറുകയാണല്ലോ, സഹായത്തിനെത്തുകയാണ്. ഈ 2 പക്ഷത്തിലും ആൾക്കാർ കൂടിയിട്ട് പിന്നെ അവിടെ ചടങ്ങു കാട്ടുക, അതായത് ശാസ്ത്രീയമായ ഒരു ക്രിയ ചെയ്യാൻ ക്രിയകൾ പറഞ്ഞു കൊടുക്കുക. അത് പണ്ട് ഓദിക്കന്മാരാണ് ചടങ്ങ് പറഞ്ഞു തരാനുള്ള ആൾക്കാർ. അതിന് വേണ്ട ചിലപ്പോൾ ചില മന്ത്രം ചൊല്ലേണ്ടി വരും. പിന്നെ ഇന്നത് കയ്യിലുണ്ടാവണം. പിന്നെ അതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുക, മന്ത്രം ചൊല്ലിക്കൊടുക്കും. അതൊക്കെ ചടങ്ങ് കാട്ടണ ഓദിക്കന്മാരെന്ന് പറയും. അപ്പോൾ ഈ 2 ഭാഗത്തും ഓദിക്കന്മാർ വരും. പിന്നെ ക്രിയയ്ക്കും ആൾക്കാർ വേണം. ക്രിയ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ചില ആൾക്കാർ ഒറ്റയ്ക്ക് പറ്റില്ല. ചില ദാനം വാങ്ങാനോ അതിന്, അല്ലെങ്കിൽ ചാത്തം ഊണ് കഴിക്കാൻ, അതിനുള്ള ക്രിയയ്ക്ക് വേണ്ട ആൾക്കാർ, പുണ്യാഹണിച്ചാൽ അതിൽ ആൾക്കാർ 5 ആൾ വേണം യജമാനിന് പുറമെ. അതുപോലെ എന്ത് ക്രിയയിലും, ഇപ്പോൾ ഈ റോട്ടിൽ വെച്ചൊരു അടിപിടി നടക്കുക വിചാരിക്കുക, ആ ക്രിയയ്ക്കും വേണം ഇതൊക്കെ അർത്ഥം അതിലുണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ഇനിയിപ്പോൾ ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല വെച്ചാൽ അയാൾ വേറെ ആളെ ഏർപ്പാടാക്കും, ഇന്ന മാതിരി ചെയ്യുക ഉള്ള മാതിരി. അപ്പോൾ ഈ ക്രിയ പറഞ്ഞു കൊടുക്കണ ആൾ ഇപ്പോൾ തന്നെ അടിച്ചില്ല മുഖത്ത്, താൻ അങ്ങോട്ട് മുടിക്കുക ഉള്ള മാതിരി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ ആ ക്രിയയും ഈ തല്ലുകൂടൽ, ഇപ്പോൾ ഈ 2 ആളാണ് തുടങ്ങി വെച്ച അടി, അവർ നിർത്തിയാലും മറ്റുള്ളവർ നിർത്തില്ല അർത്ഥം. ആ ക്രിയ തുടർന്നു കൊണ്ടുപോകും, അടിപിടി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ചെറിയൊരു മത്സരം എന്നുള്ള അടിപിടി കലശൽ പിന്നെ വലിയൊരു യുദ്ധത്തിൽ
അവസാനിക്കും. അപ്പോഴേക്കും പല വിധത്തിലുള്ള ആൾക്കാർ നോക്കും, ആരാണ് അടി കൊണ്ട ആൾ, ആരാ ആദ്യം ഉണ്ടാക്കിയത്, അപ്പോൾ അത് എന്ത് വഴക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പല വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളുമായിട്ട് പിന്നെ അത് വലിയൊരു കൂട്ടത്തല്ലിൽ അവസാനിക്കും. അങ്ങനെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനവധിയാണ്. അത് മുടക്കല്ലാതെ ആൾ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ചയും വരുത്തില്ല എന്നർത്ഥം. ഈ ക്രിയ കഴിപ്പിക്കാൻ അവർ സ്വമേധയാ വന്ന് തയ്യാറാവും. അപ്പം ഇത്രയും അപകടമുള്ളതാണ് ഈ മാത്സര്യശീലം. അത് കാരണം മത്സരം ഒഴിവാക്കണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കവി നമ്മളെ. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഇടഞ്ഞ് രണ്ടാളുകൾ മത്സരിച്ചു തുടങ്ങിയാൽ പക്ഷയുഗം പിടിച്ച് ചടങ്ങു കാട്ടുന്നതിനും ക്രിയയ്ക്കും മുടങ്ങിടാതാളുകൾ കൂടിടുന്നു. അപ്പോൾ ഈ മത്സരബുദ്ധി ഒഴിവാക്കാം എന്നുള്ള നമുക്ക് ഉറപ്പിക്കാം. അടുത്ത ശ്ലോകം അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.